Hi all, today we are going to discuss a theorem. Theorem 3.2.2. Suppose that y1 and y2 are two solutions of the differential equation L of y equal to y double dash plus p of t y dash plus q of t y equal to 0. Then there is a choice of constant c1 and c2 for which y equal to c1 y1 and c2 y2 സാറ്റിസ്ഫൈ ദ ഇനീഷ്യൽ വാല്യൂഡ് പ്രോബ്ലം. അതായത് y1 ആൻഡ് y2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ ഓഫ് വൈ ഈക്വൽ ടു വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി വൈ എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് y1 ആൻഡ് y2 എന്ന് പറഞ്ഞാൽ. ദെൻ ദർ ഈസ് എ ചോയ്സ് ഓഫ് കോൺസ്റ്റൻറ്റ് c1 ആൻഡ് c2 ഫോർ വിച്ച് y1 c1 y1 പ്ലസ് c2 y2 സാറ്റിസ്ഫൈ ദ ഇനീഷ്യൽ വാല്യൂഡ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് കടക്കാം. Proof said that since y1 and y2 are two solutions of the given differential equation L of y equal to 0, by principle of superposition, linear combination is by superposition principle ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 എന്ന് പറയുന്നതും അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. അതായത് എൽ ഓഫ് വൈ ഈക്വൽ ടു 0 എന്നതിൻ്റെ ഒരു സൊല്യൂഷനാണ് c1 y1 പ്ലസ് c2 y2 എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റൻറ്റ് c1 ആൻഡ് c2. ദ സൊല്യൂഷൻ y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 സാറ്റിസ്ഫൈ ദ ഇനീഷ്യൽ കണ്ടീഷൻ ഓൺലി ഇഫ് ദ c1 ആൻഡ് c2 സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ c1 y1 ഓഫ് t naught plus c2 y naught of t naught equal to y naught, c1 y1 dash of t naught plus c2 y2 dash of t naught equal to t naught dash. ഇത് രണ്ട് ഇക്വേഷൻസ് ആയിട്ട് അതിന് നമ്പർ കൊടുക്കുകയാണ്. ഇക്വേഷൻ 1 and 2 കോൺസ്റ്റിറ്റ്യൂട്ട് എ സിസ്റ്റം ഓഫ് ടു ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു അൺനോൺ c1 ആൻഡ് c2. അതായത് ഇവിടെയുള്ള c1ഉം c2നും അത് അൺനോൺ ആണ്. അതിന് ഒരു ലീനിയർ കോമ്പിനേഷൻ ഫോമിൽ എഴുതാണ്. പിന്നെ അതിനെ നമ്മൾ എഴുതാൻ പോകുന്നത് ഡിറ്റർമിനൻറ്റ് ഫോമിലേക്കാണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഫോമിലേക്ക് എഴുതുമ്പോൾ y1 of t naught, y2 of t naught, y1 dash of t naught, y2 dash of t naught എന്ന ഫോമിൽ എഴുതും. which is the equation to which is equal to the Wronskian determinant w of y1 and y2 of the solution y1 and y2 at t equal to t naught. ഇത് റോസ്കിയൻ ഡിറ്റർമിനൻറ്റിന് ഈക്വൽ ആയിട്ടാണ് ഇത് എഴുതിയേക്കുന്നത്. ഫസ്റ്റ് ലെറ്റ് ദ Wronskian equation 1 and 2 ഹാസ് യൂണിക് സൊല്യൂഷൻ. ഇതിന് ഈ 1നും 2നും നമ്മൾ ആദ്യം കാണിച്ച മുകളിലുള്ള 1നും 2നും ഒരു യൂണിക് സൊല്യൂഷൻ ഉണ്ട്. അതാണ് c1 ഈക്വൽ ടു y0 y2 ഓഫ് t naught y0 ഡാഷ് y2 ഡാഷ് ഓഫ് t naught എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ. ഇതും അതിൻ്റെ സൊല്യൂഷനാണ്. For the above choice of the constant c1 and c2, the solution y equal to c1 y1 plus c2 y2 satisfy initial condition, hence is a solution of the given initial valued problem. In other hands, if w of y1 y2 of t naught equal to 0, the determinant coefficient matrix is 0. അതായത് 1ഉം 2ഉം ഇക്വേഷൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഹെൻസ് ദേ ഹാവ് നോ സൊല്യൂഷൻസ്. അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. ദർ എക്സിസ്റ്റ് ടു കോൺസ്റ്റൻറ്റ് c1 ആൻഡ് c2 ദാറ്റ് y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഗീവൺ ഇനീഷ്യൽ വാല്യൂഡ് പ്രോബ്ലം. അതായത് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് c1ഉം c2 ഉണ്ടെന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഗീവൺ ഇനീഷ്യൽ വാല്യൂഡ് പ്രോബ്ലം. അതിൻ്റെ സൊല്യൂഷനാണ് ഇതെന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.